4 ചുരിദാർ തയ്ച്ച പൈസ ചേച്ചി ഞാൻ മാവിലി സ്റ്റോറി പോയപ്പോ കണ്ടായിരുന്നു. എന്നിട്ട് എന്തേ തിരക്കായിരുന്നു. എന്തേ പൈസ നിന്റെ കൈ തന്നെന്ന് പറഞ്ഞു? എന്തേ മിനിഞ്ഞാന്ന് തന്ന പൈസ നീ ഇത്ര നേരമായിട്ട് എന്നെ വിളിച്ച് പറയാതിരുന്ന എന്താ? ഞാനതൊന്ന് മറിച്ചു. അത് റോസ്മേരി വിളിച്ചിട്ട് കൊച്ചുങ്ങളുടെ ഫീസ് കൊടുക്കാം, ഈ വർഷത്തോടല്ലേ ഉള്ളൂ, അപ്പോൾ പരീക്ഷ എഴുതിയിരുന്നതിന് മുമ്പ് ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു റോസ്മേരി. അപ്പോൾ അത് അവള് വായ്പ എടുക്കുമ്പോൾ അത് തരാമെന്ന് പറഞ്ഞു. നീ മാറി നിൽക്ക്. അല്ല യമുന ചേച്ചി ഇനി വിളിക്കില്ല, നാണക്കേടാന്ന്. അല്ല യമുന ചേച്ചിനെ വിളിക്കില്ല, റോസ്മേരിനെ വിളിക്കാലോ. ഇവർക്ക് പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? അല്ല അത് റോസ്മേരി വിളിച്ച് ഹലോ റോസ്മേരി, ഇവൻ മിനിഞ്ഞാന്ന് പൈസ അയച്ചു തന്നാ നിനക്ക്? ശരി മോളെ, ശരി വെച്ചോ. പൈസ അയച്ചു കൊടുത്താ? നീ പൈസ അയച്ചു കൊടുത്താ റൊണാൾഡെ? നീ എന്തിനിങ്ങനെ കള്ളത്തരം പറയുന്നത്? നിനക്ക് മേലെ എനിക്ക് പണിക്ക് പോകാലോ. പണിയില്ലാത്തോണ്ട് ആവശ്യത്തിന് ചോദിക്കണം. ശരി, ഇനിയിപ്പോ പറഞ്ഞിട്ട് ഇപ്പൊ മുത്തുകേർപ്പൊടി പറയട്ടെ. പറയും. ഞാനിവിടെ ഏഴാക്കൂലിയായിട്ട് നിലയും വില അംഗീകാരം ഇല്ലാത്തവനായിട്ട് താമസിക്കില്ല. അങ്ങനെ തന്നെയാണ്. ഭയങ്കര നാട്ടിൽ അംഗീകരിച്ച വലിയ മനുഷ്യൻ കൊടുത്തന്ന് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. കഴിക്കാനും വേണ്ട, ഒന്നും വേണ്ട. തരുന്നില്ല. എനിക്ക് മുകളിൽ ആൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീരുമാനം നടപ്പിലായ ഉടൻ തന്നെ എനിക്ക് ട്രാൻസ്ഫർ പെൻഷൻ സസ്പെൻഷൻ മാറി. മുടിയുടെ കൂടെ താടി ഇത് താടി കൊള്ളൂല്ലേ? വേണ്ട. വീണ്ടും കെട്ടിയാണേ. നിന്റെ ആങ്ങളെ 2ാം കെട്ട് കെട്ടി. പൈസ എന്തോ ചെയ്ത് നാഗരൂട്ടിന് വരുന്നാടാ. നാഗരുടെ മാല അടങ്ങുന്നു. ഇത് പുതിയ മുണ്ട്, ഇത് പുതിയ മാല. എന്തായാലും ഈ ഭാഗത്ത് നിന്ന് ആക്ഷേപകരമായ ഒരു ചോദ്യം പ്രതീക്ഷിച്ചു. എന്തായാലും അതിന് മറുപടി തരാം. എന്താണ്? ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വരുന്നു ജംഗ്ഷനിലെ പുഞ്ചിരി ടെക്സ്റ്റൈൽസിന്റെ. ആര്? അത്രയും ദാരിദ്ര്യമുള്ള സ്ഥലമുണ്ടോ ഇവിടെ? ഉണ്ട്, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്തു. ആര് ഉദ്ഘാടനം ചെയ്തെന്ന്? ലില്ലിപ്പെണ്ണെ, ജംഗ്ഷനിൽ പുഞ്ചിരി ടെക്സ്റ്റൈൽസിന്റെ പരസ്യം കണ്ടായിരുന്നോ? നിങ്ങളിൽ ഒരാൾ ഉദ്ഘാടകൻ എന്ന് പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പള്ളിപ്പെരുന്നാളിന് പോയില്ലേ ഉടങ്ങാവളെ. അപ്പൊ റോസ്മേരിക്കും പിള്ളേർക്കും കൂടെ ഡ്രസ്സ് മേടിക്കാൻ അവിടെ കയറി. അപ്പൊ അവർ 2 കൂപ്പൺ തന്നു. അത് പൂരിപ്പിച്ചൊരു ബോക്സ് കിട്ടും. രാവിലെ ഇവിടുത്തെ മഹിളാ പ്രമുഖയുടെ ജാടയും പത്രാസും കൊണ്ട് തലപ്പരാന്തെടുത്ത് ജംഗ്ഷനിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര ആൾക്കൂട്ടം. അപ്പൊ എൻ്റെ പേരും ടോക്കൺ നമ്പറും ഇവിടെ അനൗൺസ് ചെയ്തോണ്ടിരിക്കുക. 2 പ്രാവശ്യം വിളിച്ചു. ഞാൻ ആകെ അപ്സെറ്റായി പോയി. അപ്പൊ ഞാൻ കയറി ചെന്ന് പറഞ്ഞു ഞാനാ ഉദ്ഘാടനം എന്ന് പറഞ്ഞു. പിന്നെ കയ്യിൽ മാറ്റി പുതിയ മുണ്ട് വന്നു, നാളെ കുറിച്ച് ഉദ്ഘാടനം ചെയ്തു. അയ്യോ, അങ്ങനെ 5000 രൂപയും തന്നു. എത്ര? 5000 രൂപ. കോളടിക്കണം കൊച്ചോ. എനിക്കെന്തിനാ വെക്കലിപ്പണ്ണ എന്റെ സന്തോഷം. തന്നെയല്ലേ പാവം. രാവിലെ താങ്കൾ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ എൻ്റെ അടുത്ത് പറയാം പോർവിളി നടത്തി. എത്ര രൂപയായിരുന്നു ആ പെണ്ണുമ്പിള്ള തന്നെ 4 ചുരിദാറിന്റെ പറ. എന്തിന്? തയ്യക്കൂലി ഞാൻ എടുത്ത് മറിച്ചത്. വെച്ചോ, പലിശ സഹിതമുണ്ട്. കാര്യം 2000 രൂപയ്ക്ക് 20,000 രൂപ ഞാൻ കേട്ടു. കുറേ പേർക്ക് കുറെ കടങ്ങൾ തീർക്കാനുണ്ട്. അതാണ് നന്നായി. എന്തായാലും ക്ലീറ്റ മച്ചമ്പില്ലേ? അല്ല, ഈ മച്ചമ്പിയോടൊന്ന് കാണിക്കണമായിരുന്നു. നീ അങ്ങനെ നിന്നില്ലേ? വരാൻ രാത്രി ആവുക അതുവരെ ഇതുപോലെ തന്നെ നിന്നാൽ മതി. അല്ല കുഴപ്പമില്ല, ഇനി പുറകാല ഉദ്ഘാടനം വരുമല്ലോ, അത് കാണിക്കും. ചായ വല്ലതും വേണം? വേണം, തണുത്ത വെള്ളം എന്തായാലും വേണം. അയ്യോ, എടുത്തോണ്ട് വരാം. എന്തൊരു ജനം. ചൈസ് കൂളിട്ടോ, മധുരം കിട്ടോ. കുറേ പേരോട് പകരം വീട്ടുന്നുണ്ട്, അത് കൃത്യമായിട്ട് വീട്ടണം. പൈസ വേട്ടെ, കുറച്ച് റെസ്റ്റ് എടു. അങ്ങോട്ട് വീട്ടുകാരില്ല. പിന്നെ മച്ചമ്പി ലില്ലിപ്പെണ്ണും നല്ലു സയ്യും വേണേ അമ്മയ്ക്ക് കൂടെ പൊക്കോണം, ഡിസ്കൗണ്ട് തരും. എന്നോട് വിളിച്ചോണ്ട് ചിലപ്പോൾ വെറുതെ തരും. നിങ്ങൾ മാത്രം. ഓക്കെ ഇല്ലേ?